മ്യൂളിന്റെ കഥയൊക്കെ കേട്ട് നിന്ന് ഹാരി സെൽഡൺ മ്യൂളിന്റെ ഹോം പ്ലാനറ്റ് റോസമാണെന്ന് മ്യൂള് പറയാതെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. മ്യൂളിന് നേരിടേണ്ടി വന്ന പോലെ സിമിലർ സിറ്റുവേഷൻ ഹാരിക്കും നേരിടേണ്ടി വന്നിരുന്നു. അത് കൂടുതലും എംബേഴ്സിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമായിരുന്നു. അവരനുവദിച്ചിട്ടുള്ള കോട്ടാസിൽ വ്യത്യാസം വരുമ്പോൾ ഹാരിയുടെ അച്ഛൻ ആ ഒരു അമർഷത്തിൽ, കോട്ടാസ് പ്രോപ്പറായിട്ട് കിട്ടാത്ത അമർഷത്തിൽ ഹാരിയെ തല്ലുമായിരുന്നു. ഹാരി സെൽഡന്റെ പ്രവചനം അനുസരിച്ച് എംബേഴ്സ് ഏതാണ്ട് ഒരു 1000 വർഷത്തിനുള്ളിൽ തകരുമെന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്ന മ്യൂൾ, അല്ല ഞാൻ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഗാലക്സി മുഴുവൻ ഞാൻ പിടിച്ചടക്കാൻ എത്ര സമയം എടുക്കും? 1000 വർഷം എടുക്കുമോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. അതിനു മുമ്പ് നിനക്കെല്ലാം കൺട്രോളാക്കാൻ പറ്റും എന്ന് ഹാരി തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ റൈറ്റ് ട്രാക്കിലാണ്. ശരി, അതിരിക്കട്ടെ, ഗെയിൽ ഡോണിക്ക് എവിടെ? ഇവൻ ഗെയിലിനെ പറ്റി ചോദിച്ചതും ഹാരി ഒരുമാതിരി അങ്ങ് ഷോക്ക് ആവുന്നുണ്ട്. ഗെയിൽ, അവള് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതല്ലേ? വാട്ട്, റിയലി? നിങ്ങൾക്ക് അറിയില്ല അവള് ജീവനോടുണ്ടെന്ന്? ഇത്രയും നാൾ അവൾ എന്റെ സ്വപ്നങ്ങളിൽ വന്ന് എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നും നിങ്ങൾക്കറിയില്ല. അതൊന്നും നിങ്ങളുടെ ട്രെയിനിങ് അല്ലല്ലേ? അതങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഹാരി സെൽഡൺ. മര്യാദയ്ക്ക് അവൾ എവിടെയുണ്ട്, എന്താണ് ചെയ്യുന്നത്, അവളോടൊപ്പം എത്ര ആളുകളുണ്ടെന്ന് കൃത്യമായിട്ട് പറ. ഇല്ലെങ്കിൽ തന്റെ ഈ വോൾട്ട് തന്നെ ഞാൻ അങ്ങ് നശിപ്പിച്ചു കളയും. ഹാരി ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ മ്യൂൾ ഇദ്ദേഹത്തിന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റീഡ് ചെയ്യാൻ പറ്റിയോ ഇല്ലയോ, ഹാരി പറയുന്നത് കള്ളമല്ല, ഗെയിൽ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം ഈ ഹാരിക്ക് അറിയില്ല എന്ന് ഇദ്ദേഹം മനസ്സിലാക്കി. ഓ, തന്നെ പോലൊരു വിഡി, ഇതെല്ലാം തന്റെ പ്ലാനാണ്, ഹാരി സെൽഡന്റെ പ്ലാനാണെന്ന് പറയുകയും ചെയ്യും. ഒരു മാങ്ങാത്തുള്ളി അറിയയില്ല. ഉടനെ ഹാരി മ്യൂളിന് നേരെ തിരിഞ്ഞ്, ഇത്രയും പേരുടെ ഇമോഷൻസ് ആൾട്ടർ ചെയ്ത് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? നീ അന്വേഷിക്കുന്ന ഇമോഷൻ എന്റെ ഉള്ളിലില്ല. സോ മ്യൂളിന് ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മ്യൂൾ എപ്പോഴും ഇമോഷൻസ് ഓൾട്ടർ ചെയ്താണല്ലോ ആളുകളെ കൺട്രോൾ ചെയ്യുക. എല്ലാവരെയും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ എന്നെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുവാണ്. അവർക്കുള്ളിൽ ഒരു ലവ് ക്രിയേറ്റീവാണ്. മ്യൂളിനോട് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നും. ഇങ്ങേരോടുള്ള അടങ്ങാത്ത ഇഷ്ടം കാരണം ഇയാളുടെ കൺട്രോളിലുള്ളവർ ഇയാൾക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവും. എന്നാൽ ഇവിടെ ഹാരി സെൽഡന്റെ കേസിൽ ഇദ്ദേഹം ഒരു മനുഷ്യനല്ല, ഇദ്ദേഹം ഒരു പ്രൊജക്ഷൻ മാത്രമാണ്. ഈ വോൾട്ടാണ്. ആൾക്ക് ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഒന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ലവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇങ്ങേരോട് സംസാരിച്ചുകൊണ്ടിരുന്ന നടപടി ആവത്തില്ലെന്ന് മനസ്സിലാക്കി മ്യൂൾ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഹാരി ആവട്ടെ അദ്ദേഹത്തിന്റെ വോൾട്ടിന്റെ നൾ ഫീൽഡ് യൂസ് ചെയ്ത് ഇവനെ ഞാൻ കൺട്രോൾ ചെയ്തു. ആ ഫോഴ്സ് യൂസ് ചെയ്ത് മ്യൂളിനെ ഉയർത്തി വല്ലാണ്ടങ്ങ് വേദനിപ്പിക്കുന്നുണ്ട്. ഹാരി സെൽഡന് വേണം ഇപ്പോൾ ഈ നിമിഷം മ്യൂളിനെ കൊല്ലാൻ പറ്റും. അത്രമാത്രം പവർഫുൾ ആണ് ഈ വോൾട്ട് അഥവാ നമ്മുടെ ഹാരി സെൽഡൻ. ഇയാൾക്ക് തന്നെ കൊല്ലാൻ പറ്റുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് വിട്ടയക്കുന്നത് എന്ന് മ്യൂൾ ചോദിച്ചപ്പോൾ, ബിക്കോസ് നിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ മേ ബി നിന്നെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായേക്കാം. അതിനർത്ഥം മ്യൂൾ മറ്റാരും അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്ന എന്തോ ഒരു രഹസ്യമുണ്ട്. തുടക്കം മുതലുള്ള ഒരു ഡൗട്ടാണ്, കഴിഞ്ഞ സീസൺ മുതലുള്ള ഒരു ഡൗട്ടാണ്. ഒരുപക്ഷെ ഇതായിരിക്കില്ല മ്യൂളെങ്കിലോ? ഇതൊരു പ്രൊജക്ഷനും മ്യൂൾ ശരിക്കും മറ്റൊരു ബോഡിയിലും ആയിക്കൂടെ? മ്യൂളിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മ്യൂസീഷ്യനായിരുന്ന മാഗ്നിഫിക്കോ അവന്റെ വിയേർഡ് സ്വഭാവവും പെരുമാറ്റ രീതികളും ഒക്കെ സംശയമുളവാക്കുന്നതാണ്. മാഗ്നിഫിക്കോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ നമ്മുടെ ടോറന്റെ വൈഫ് ബെയ്റ്റയും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈവൻ റാൻഡു മാലുവിനെ പോലും അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ മറ്റു പല സാഹചര്യങ്ങളിലും പുള്ളിക്കാരി സംസാരിക്കുമ്പോൾ ഇവള് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ആവുകയും അവൾക്ക് അവിടെ എന്തോ ഒരു കൺട്രോളിംഗ് ഫാക്ടർ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ഗസ്സാണ്, ശരിയാകോ ഇല്ലെന്നൊന്നും അറിയില്ല. മ്യൂൾ ഒന്നിലധികം ബോഡീസിൽ ഉണ്ടാവാം. മൈക്കോജനിൽ നമ്മുടെ ഡേംബെയറിനെ പിടിച്ചുകൊണ്ട് പോയ സൺമാസ്റ്റർ ഒരു പ്രത്യേക ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് കാണാം. ഡേംബെയറും സോങ്ങും ഒക്കെ അങ്ങ് സർഫസിൽ ട്രാൻഡറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ രണ്ടാളും ഇതേ സെയിം സാധനം യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ സൺമാസ്റ്റർ എംപയറിനെ വിചാരണ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോരോ കൾച്ചറിനും ഓരോരോ റിലീജിയനും അവരുടേതായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവുമല്ലോ. ഒന്നിന്റെ ആചാര രീതിയിൽ നിന്ന് മറ്റൊന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുമല്ലോ. ഇവിടെയും ഇവർ ഇൻഹെറിറ്റൻസ് മതത്തിൽപ്പെട്ടവർ വർഷങ്ങളായി ഫോളോ ചെയ്തു വരുന്ന രീതിയിൽ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ തുടങ്ങി. സൺമാസ്റ്റർ 8ന്റെ ഈ ഒരു ദണ്ടിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതിലുള്ള ഈ തലയോട്ടി ഇതൊരു റോബോട്ടിന്റെ തലയോട്ടിയാണ്. അതുകൊണ്ട് ശവത്തെ ആരാധിക്കുന്നു എന്ന് അങ്ങനെ അടച്ച് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. ഈ തലയോട്ടിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവരുടെ ഈ മതം രൂപീകൃതമായത് തന്നെ വലിയൊരു യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ്. ഇതേസമയം ക്ലാരിയൻ സ്റ്റേഷനിൽ നിന്ന് ട്രാൻഡറിലേക്ക് തിരിച്ചെത്തുന്ന നമ്മുടെ ഡെമേഴ്സിൽ ഡെസ്ക് എംപയറിനോട് ഡോൺ എംപയർ മരിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൗൺസിലർ ടാരസ്ക് ഷൂട്ട് ചെയ്തപ്പോൾ എയർലോക്ക് ഓപ്പൺ ആയി രണ്ടാളും സ്പേസിലേക്ക് തെറിച്ചു വീഴുന്നു നമ്മൾ കണ്ടിരുന്നു. ഡോൺ എംപയറിന് ആ സമയം സ്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹം സർവൈവ് ചെയ്തിരിക്കാനുള്ള സാധ്യത തീരെയില്ല. ആളുടെ നാനോബോട്ട്സ് നിലച്ചതോടെ ആൾ മരിച്ചു എന്ന് ഡെമേഴ്സിൽ കൺഫേം ചെയ്തിട്ടുണ്ടാവും. ഡെസ്ക് വളരെ വിഷമത്തോടെ ഡോണിനെ പറ്റി ക്വെന്റിനോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും ആൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഇവരൊന്നും റിയൽ ഹ്യൂമൻസ് അല്ല, ക്ലോൺസ് ആണ്, ഇവരൊന്നും നാച്ചുറൽ അല്ല, വെറും പപ്പറ്റ്സ് ആണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായ ആശങ്കകളെല്ലാം പിന്നെയും ഇങ്ങനെ പറയുമ്പോൾ ക്വെന്റും ഇദ്ദേഹത്തിന്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവർക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കറക്റ്റായിട്ട് ആശ്വസിപ്പിക്കാൻ പുള്ളിക്കാരിക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗലാക്ടിക് കൗൺസിലിൽ നിന്ന് പ്രിസൈഡർ കിന്നും ക്ലൗഡ് ഡൊമിനിയനിൽ നിന്ന് എൻജോയിനർ ബെറിലും നമ്മുടെ എംപയറിനെ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഇദ്ദേഹം അറിയിക്കുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അവർ നേരിട്ട് വന്നത്. ഡോൺ എംപയർ ഗലാക്ടിക് കൗൺസിലിൽ പോയി ചെയ്ത കാര്യങ്ങളൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഉറപ്പായിട്ടും പ്രിസൈഡർ കിന്ന് അത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. അതേപോലെ ക്ലൗഡ് ഡൊമിനിയൻ, ഈ പേര് മറന്നുപോയവർക്ക് വേണ്ടി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സെക്കൻഡ് സീസണിലെ കഥയിൽ ഡേ എംപയർ ക്യൂൻ സാറത്തിനെ വിവാഹം ചെയ്യാൻ പോകുന്ന ആ ഒരു ഇൻസിഡന്റുകളൊക്കെ ഓർമ്മയില്ലേ? ക്യൂൻ സാറത്തൊക്കെ ക്ലൗഡ് ഡൊമിനിയനിൽ നിന്നാണ് വന്നത്. 17 ബില്യൺ ആളുകളുള്ള വലിയൊരു ജനസമൂഹമാണ് അവർ. ഇമ്പീരിയൽ സിസ്റ്റം ഇങ്ങനെ വലിയൊരു വെല്ലുവിളി നേരിടുന്ന ഈ കാലത്ത് ഗാലക്സിയിലെ ഈ പ്രധാനപ്പെട്ട ഫോഴ്സുകളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മാത്രമേ എംപേഴ്സിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിപ്പോൾ ഗലാക്ടിക് കൗൺസിൽ ആവാം, ക്ലൗഡ് ഡൊമിനിയൻ ആവാം, നമ്മുടെ സെഫേഴ്സ്
ആവാം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശക്തികളെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എംബേഴ്സിന് പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എംബേഴ്സ് പല സാഹചര്യങ്ങളിലും ഇങ്ങനെയുള്ള പല പ്ലാനറ്റ്സിനോടും മറുപടി പറയേണ്ടി വരും. പ്രിസൈഡർ കിന്നിന്റെയും എൻജോയിനർ ബെറിലിന്റെയും കൂടെ നമ്മുടെ സെഫയർ വൊറേലിസും എംബെയറിനെ കാണാൻ വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഡേ എംബെയർ ഇവിടെ 88ാമത്തെ ലെവലിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡേയുടെ കൂടെ സോങ് ബേർഡിനെയും വിചാരണ ചെയ്യാൻ സൺമാസ്റ്റർ തീരുമാനിക്കുന്നുണ്ട്. ഇവളുടെ ഭാഗത്ത് കുറ്റമില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ഇവൾക്ക് പോലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ട്രാൻഡറിൽ സർഫസിൽ നടന്ന കാര്യങ്ങളൊന്നും ഇവൾക്ക് വ്യക്തമായി ഓർമ്മയില്ലെങ്കിലും ഇവളും കുറ്റക്കാരിയാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റം. വിചാരണ രീതികൾ തുടങ്ങി ഇവരുടെ ആചാരമൊക്കെ അനുസരിച്ച് അലച്ച് വിളിച്ച് ഒരുമാതിരി ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും സൺമാസ്റ്ററിന്റെ ദണ്ടിലെ റോബോട്ട് തലയിൽ ലൈറ്റ് തെളിയുന്നൊക്കെയുണ്ട്. അപ്പൊ ഇതൊരു ഡെഡ് സാധനമല്ല, ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ട്രാൻഡറിൽ എംബെയറിനെ കാണാമെന്ന് ഇവർക്ക് മൂന്നാൾക്കും പറയാനുള്ളത് മ്യൂളിനെ പറ്റിയാണ്. മ്യൂൾ വളരെ ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ അയാൾക്ക് വിസ്പർ ഷിപ്പിലേക്കുള്ള ആക്സസ് കിട്ടിയിട്ടുണ്ട്. അത് വലിയ റിസ്ക് ആണ്. ഏത് സമയം വേണേലും മ്യൂളിന് എങ്ങോട്ടും ആക്രമണം നടത്താൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണിപ്പോൾ. അതിപ്പോൾ നിമിഷ നേരം കൊണ്ട് അവൻ ക്ലൗഡ് ഡൊമിനിയൻ പ്ലാനറ്റിലേക്ക് വരാം, അല്ലെങ്കിൽ ക്ലാരിയോൺ സ്റ്റേഷനിലേക്കോ അതോ അല്ലെങ്കിൽ നമ്മുടെ ലൂമിനിസ്റ്റുകളുടെ മെയ്ഡൻ പ്ലാനറ്റിലേക്ക് വേണേലും പോവാം. പ്ലാനറ്റ് ആണെങ്കിലും പ്ലാനറ്റിന്റെ മൂണാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മ്യൂളിന്റെ സൈഡിൽ നിന്ന് പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ടെർബിനസ് കീഴടങ്ങിയ പോലെ ഇവർക്കെല്ലാം കീഴടങ്ങേണ്ടി വരും. ഡിഫെൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടണമെന്നില്ല. അഥവാ ഡിഫെൻഡ് ചെയ്യാൻ സമയം കിട്ടിയാലും മ്യൂളിനെ പോലെ ഒരു സൈക്കിക്കിന് മുന്നിൽ ഇവർക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എംബെയർ മുൻകൈ എടുത്ത് മ്യൂളിനോട് സംസാരിക്കണം. അയാളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ധാരണയിലെത്തണമെന്ന് ആവശ്യപ്പെടുവാണ് ഇവരെല്ലാം. മ്യൂളിനെ അനുനയിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടാവും. അയാൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വിട്ടുകൊടുക്കാതെ അയാൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ട്രാൻഡർ, ഗാലക്സിയുടെ ഹാർട്ട് എന്നറിയപ്പെടുന്ന ട്രാൻഡർ തന്നെ മ്യൂളിന് വിട്ടുകൊടുത്തേക്കാനാണ് ഇവരൊക്കെ പറയുന്നത്. ഡെസ്ക് എംബെയറിന് എങ്ങനെയുണ്ടാവും ട്രാൻഡർ വിട്ടുകൊടുക്കാനോ, അതും ശത്രുവിനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനോ? ഇത് ഇവിടെ വന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചതിന്റെ പേരിൽ ഈ മൂന്നെണ്ണത്തെയും ഇപ്പൊ വേണേലും എംബെയറിന് തീർക്കാം. ഗലാക്ടിക് എംബെയർ വെല്ലുവിളി നേരിടുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. അതിന്റെ പേരിൽ ഇത് മൊത്തത്തിൽ ഒറ്റയടി അങ്ങ് ഇല്ലാതാക്കുന്ന പരിപാടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെസ്ക് മൂന്ന് കൂട്ടരോടും ദേഷ്യപ്പെട്ടു. ഇവരാവട്ടെ എംബെയറിനെ വെല്ലുവിളിച്ചിട്ടാണ് അവിടെ ഇറങ്ങി പോകുന്നത്. അത്രയും അവസ്ഥയിലാണ് എംബെയർ എന്ന് പറയാം. സെൻട്രൽ ത്രോണിൽ ഇരിക്കേണ്ട ഡേ എവിടെയാണെന്ന് അറിയത്തില്ല. ഡോൺ എംബെയറിനെ പറ്റിയും വിവരമൊന്നുമില്ല. അദ്ദേഹവും മിസ്സിംഗ് ആണ്, എവിടെയാ എന്താന്നുള്ള ഐഡിയ ഇല്ല. ഡെസ്കിന്റെ അവസ്ഥയാണെങ്കിലോ 2 ദിവസം കഴിഞ്ഞാൽ ഇദ്ദേഹം മരിക്കണം. ഇത്ര അധപതിച്ച അവസ്ഥയിൽ ആദ്യമായാണ് ഇമ്പീരിയൽ സിസ്റ്റം എത്തിപ്പെടുന്നത്. ഇവിടുന്ന് മുന്നോട്ട് എങ്ങനെ? മ്യൂള് പോലെ വലിയൊരു ശത്രു ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് ഇവർ എന്തൊക്കെ ചെയ്യും? ഈ ഒരു ഹോൾ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന 6000-ലധികം പ്ലാനറ്റ്സിന്റെ ഭാവി എന്താകും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അഗെയിൻ ലെവൽ 88 മൈക്കോജനിലേക്ക് വന്നാൽ മനുഷ്യൻ അവന്റെ സ്വന്തം രൂപത്തിൽ മണ്ണ് കുഴിച്ച് റോബോട്ട്സിനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഓഷ്യൻ ക്ലാസ് റോബോട്ട്സിന്റെയും ഇവരുടെ മതത്തിന്റെയും ഹിസ്റ്ററി ഒക്കെ പറയുന്നുണ്ട്. മനുഷ്യന്റെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി റോബോട്ട്സിനെ നിർമ്മിച്ചു. അവരെ അടിമകളാക്കി മനുഷ്യന് വേണ്ടി പണിയെടുപ്പിച്ചു. റോബോട്ട്സിന്റെ കഴിവും യൂസ് ചെയ്ത് ഗാലക്സിയുടെ എത്താ ദൂരത്തേക്കും മനുഷ്യനെത്തി. അവരിൽ ചിലർ എംബേഴ്സായി. ഗാലക്സിയെ മുഴുവൻ അടക്കി ഭരിക്കാൻ അവരെ സഹായിച്ച റോബോട്ട്സിനെതിരെ പോലും അവർ തിരിയുന്ന സാഹചര്യം ഉണ്ടായി. മനുഷ്യർ റോബോട്ട്സിനെതിരെ തിരിഞ്ഞ് അവരെ തമ്മിലടുപ്പിച്ച് മനുഷ്യർക്കെല്ലാം നേടിക്കൊടുത്ത റോബോട്ട്സിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവർ വേട്ടയാടപ്പെട്ടു. അവരെ ക്രിയേറ്റ് ചെയ്തവർ തന്നെ അവരെ ഇല്ലാതാക്കി. ഈ വലിയ യുദ്ധത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു റോബോട്ട് മാത്രം ഉണ്ടായിരുന്നു, ഡനീൽ. ഞങ്ങളുടെ സേവിയർ, അതാണ് ഞങ്ങളുടെ പ്രോമിസ്, അതാണ് ഞങ്ങളുടെ ഇൻഹെറിറ്റൻസ് എന്നിങ്ങനെയൊക്കെ ഓഷ്യൻ ക്ലാസ് പറയാണ്. ഡനീൽ എന്ന പേര് കേട്ടപ്പോൾ തന്നെ എംബെയറിന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. ഇവർ പറഞ്ഞു വരുന്നത് ഡെമേഴ്സലിനെ പറ്റിയാണ്. ഡേ തന്റെ തൊട്ടടുത്തുള്ള സോങ്ങിനോടും ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നുപോലെ ഡനീലാണ് ഡെമേഴ്സൽ. അവൾക്ക് പല പേരുകളുണ്ടായിരുന്നു, പല കാലത്ത് പല ജോലികൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. സൺമാസ്റ്ററിന്റെ കയ്യിലുള്ള റോബോട്ട് ഹെഡിൽ നിന്ന് ഒരു പ്രത്യേക ടോണും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഡേ ഇതേ ടോൺ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ട്. ഡേയുടെ ചെറുപ്പത്തിൽ ഇദ്ദേഹം ഡോൺ ആയിരുന്ന സമയത്ത് നമ്മുടെ ഡെമേഴ്സൽ ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ഇങ്ങനെയുള്ള ടോൺ പാടിയിട്ടുണ്ട്. ഡെമേഴ്സലിന്റെ മ്യൂസിക് ഡേ ഒത്തിരി തവണ അത് കേട്ടിട്ടുണ്ട്. ഡേ എംബെയർ ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഡെമേഴ്സലിനെ പറ്റി പറയുന്നു. ഇവരൊക്കെ ഗോഡായിട്ട് കണക്കാക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഡനീൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഡെമേഴ്സലിനെ പറ്റി പറഞ്ഞു. 5000 വർഷങ്ങൾക്ക് മുമ്പ് അവളുടെ പേര് ഡനീൽ എന്നായിരുന്നെന്നും അതിനുശേഷമാണ് അവൾ ഡെമേഴ്സൽ ആയതെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കിടയിൽ ശരിക്കും കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ക്ലിയോൺ ഇവിടെ വന്ന് ആക്രമണം നടത്തിയതിനു ശേഷം എംബേഴ്സിന് ഇവർക്ക് ഒരു മതിപ്പില്ല. ഇദ്ദേഹം പറയുന്നതിനൊക്കെ അത്രയ്ക്കത്ര വിലയെ കൊടുക്കുന്നുള്ളൂ. ഇവരുടെ ദൈവമായ ഡനീൽ ഇന്ന് ഡെമേഴ്സൽ എന്ന പേരിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അവൾ തങ്ങളുടെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ക്ലിയോൺസും ഡെമേഴ്സലിനെ അവരവർക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോഴത്തെ ഡേ എംബെയർ ഡെമേഴ്സലിന് ഒരു വിലയും കൊടുക്കാതെ എപ്പോഴും അവളെ ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിലാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ വന്ന് ഈ ഇൻഹെറിറ്റൻസ് മതത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഡേ എംബെയർ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. ഡെമേഴ്സലിന്റെ പെയിൻ ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രത്തോളം വർഷങ്ങളായി ഇമ്പീരിയൽ സിസ്റ്റത്തിന് അടിമയായി മറ്റൊരു വഴിയുമില്ലാതെ അവളുടെ കോഡ്സ് അനുസരിച്ച് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷൻസും മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിലും അതൊക്കെ ഉള്ളിൽ ഒതുക്കി ഓരോ നിമിഷവും ഉരുകി ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഡെമേഴ്സൽ എന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. ഡേ എംബെയർ ഇങ്ങനെ തുടർച്ചയായി ഡെമേഴ്സലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ സൺമാസ്റ്റർ ഒഴികെ ചുറ്റും നിൽക്കുന്ന പല ആളുകൾക്കും ഇദ്ദേഹം പറയുന്നതൊക്കെ സത്യമാണ് എന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഇദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്താലോ? അവരെല്ലാം ആകെ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഡെമേഴ്സൽ ഇദ്ദേഹത്തിന് പാടിക്കൊടുത്തിട്ടുള്ള പുള്ളിക്കാരുടെ ആ ഒരു ടോൺ ഇദ്ദേഹം പാടും. ഉടനടി സൺമാസ്റ്ററിന്റെ കയ്യിലുള്ള ദണ്ട് ഇതിന് റിയാക്ട് ചെയ്യുന്നു. അതിലുള്ള റോബോട്ട് ഹെഡ് നമ്മുടെ ഡേ എംബെയർ പാടുന്നതിനോട് റിയാക്ട് ചെയ്യുവാണ്. ചുറ്റുപാട് നിൽക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി കണ്ടു. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും സൺമാസ്റ്ററിന്റെ മനസ്സ് മാറിയില്ല. ഡേ എംബെയറിനെ കൊല്ലുക എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അദ്ദേഹത്തെ പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്താൻ പറഞ്ഞു. ട്രാൻഡർ കൊട്ടാരത്തിൽ ഡെസ്ക് എംബെയർ ഡെമേഴ്സലിനോട് നോവാക്യുളയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം ഡേ എംബെയറിൽ നിന്ന് ഡെസ്കായി മാറിയ അന്ന് മുതൽ നോവാക്യുള ഉണ്ടാക്കിയെടുക്കാനുള്ള കഠിന ശ്രമം
ശ്രമത്തിലായിരുന്നു. ദശാബ്ദങ്ങളോളം കഷ്ടപ്പെട്ട് 100 ട്രില്യൺ മാൻ അവേഴ്സ് പണിയെടുത്ത് ഗാലക്സിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഉണ്ടാക്കിയെടുത്തു. ഇദ്ദേഹത്തിന് ശേഷം ഡേംബെയറായ ഇപ്പോഴത്തെ നമ്മുടെ ഡേംബെയറിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് ഇദ്ദേഹം അന്നേ മനസ്സിലാക്കിയിരുന്നു. ആൾ ഭരണകാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, ആൾക്ക് അതിനുള്ള കഴിവില്ലെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായിരുന്നതുകൊണ്ട് ഡസ്ക് അന്ന് മുതലേ വളർന്നു വരുന്ന ഡോൺ എംപയറിനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവനെ ഒരു ബെറ്റർ എംപയർ ആക്കി എടുക്കാൻ ഇദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. ഇപ്പൊ നിലവിലുള്ള ഡോൺ ഡേറ്റ് ഡെസ്ക് എംപയർമാരിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഡോൺ ഡേറ്റ് ഡെസ്ക് എംപയർമാരിൽ ഡോൺ തന്നെയായിരുന്നു ബെറ്റർ എന്ന് പറയാം. അൺഫോർച്ചുനേറ്റ്ലി ഡോൺ സ്പേസിലേക്ക് തെറിച്ചു വീണ് മരണപ്പെട്ടു. ഇനിയിപ്പോൾ അവന്റെ റിപ്ലിക്കന്നെ കൊണ്ടുവരണം. ഡേ എംപയറിനും എന്താ സംഭവിച്ചതെന്നൊരു ഐഡിയ ഇല്ലല്ലോ. മൈക്കോജനിലെ ആളുകൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞാൽ അദ്ദേഹത്തിന്റെയും റിപ്ലിക്കന്റ് വേണ്ടി വരും. ക്ലാരിയോൺ സ്റ്റേഷനിൽ വെച്ച് ഡെമേഴ്സൽ ഗെയിൽ ഡോണിക്കിനെ കണ്ടുവെന്നും ഫസ്റ്റ് ഫൗണ്ടേഷൻ കൂടാതെ ഒരു സെക്കൻഡ് ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ള കാര്യവും ഇവള് എംപയറിനോട് പറയുന്നുണ്ട്. അപ്പോൾ സെൽഡൺ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നല്ലേ, ഫസ്റ്റ് ഫൗണ്ടേഷൻ അങ്ങ് തീർത്താൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയാൽ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടല്ലോ ബാക്കപ്പ് പ്ലാൻ എന്ന് ഡെസ്ക് എംപയർ നൊവാക്യുളയെ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട്. നൊവാക്യുള ഉപയോഗിക്കാൻ പോകണോ? പുതിയ ടെർമിനസ് നശിപ്പിക്കാനാണോ ഉദ്ദേശം? അങ്ങനെ എങ്ങാനും ചെയ്ത ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്തായാലും ഒരു തിരിച്ചുവരവില്ല. ഹാരി സെൽഡൺ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടുത്താൻ പറ്റണമെന്നില്ല. ഹാരി സെൽഡണും അദ്ദേഹത്തിന്റെ വോൾട്ടും അടക്കം എല്ലാം ഇല്ലാതാവും. അത്രമാത്രം പവർഫുൾ ആണ് നൊവാക്യുള. അതും നിമിഷ നേരം കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു ബ്ലാക്ക് ഹോൾ ബോംബ് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തുമാത്രം പവർഫുൾ ആയിരിക്കും എന്ന് ഊഹിക്കാലോ. അവിടുന്ന് കെട്ടിയതാൽ തൊട്ടടുത്ത സീനിൽ മരിച്ചുപോയി നമ്മളൊക്കെ വിചാരിച്ച ഡോൺ എംപയറിനെയാണ് കാണുന്നത്. ചത്തിട്ടില്ലടാ, എങ്ങനെയോ സ്പേസിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതോ സ്പേസ്ഷിപ്പിലുണ്ട്. ഇപ്പോൾ ആളുടെ കാലൊരു പരുവമായിട്ടുണ്ട്. കാൽ അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്പേസിൽ വെച്ച് എന്തെങ്കിലും അപകടം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ വീണപ്പോൾ പറ്റിയതായിരിക്കാം. ചൂട് കാരണം കാലൊക്കെ ഒരുമാതിരി വെന്തുരുകിയ അവസ്ഥ. ഇദ്ദേഹം ആ സമയത്ത് അപകടം പറ്റുന്ന സമയത്ത് ധരിച്ചിരുന്ന സ്യൂട്ടിൽ ഇങ്ങനെ ഒരു ഡിഫൻസ് മെക്ക് ഉണ്ട്. ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ഈ സ്യൂട്ടിനുള്ളിലും ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും. ഒരു പക്ഷേ സ്യൂട്ടിന് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അപകടം സംഭവിക്കാം. പെട്ടെന്നായിരുന്നല്ലോ കൗൺസിലർ ടാരിസ്ക് കയറി വന്ന് വെടിവെച്ചതും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതും. അതിനിടയിൽ സ്യൂട്ടും ഡാമേജ് ആയിട്ടുണ്ടാവാം. അത് കാരണമാവും ഇദ്ദേഹത്തിന്റെ കാലിങ്ങനെ ആയത്. വേദന കാരണം ബുദ്ധിമുട്ടുന്ന ഡോൺ എംപയറിനെ നമ്മുടെ ബെയ്റ്റ് വന്ന് സഹായിക്കുന്നു. ഓ, മ്യൂളിന്റെ ആളുകൾ പിടിച്ചുകൊണ്ട് പോയ ബെയ്റ്റ് എവിടെയുണ്ട്? അതിനർത്ഥം നമ്മുടെ ഡോൺ എംപയറും ഇപ്പൊ മ്യൂളിന്റെ ഷിപ്പിലാണ്. ബെയ്റ്റ് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും പുള്ളിക്കാരി ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം മ്യൂളിന്റെ കൺട്രോളിലായി ഇവളും മ്യൂളിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ എന്നുള്ള കാര്യം കണ്ടറിയണം. എംപയർ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ക്ലാരിയോൺ സ്റ്റേഷന് ചുറ്റും കറങ്ങി നടന്ന ബോഡി ഇവർ ഷിപ്പിലേക്ക് എടുത്തതാണെന്ന് പറയുന്നു. അതായത് അവിടെ അപകടം ഉണ്ടായ സമയത്ത് ഇവരുടെ ഈ ഒരു ഷിപ്പ് അങ്ങോട്ട് പോയിരുന്നു. സ്പേസിൽ കറങ്ങി നടന്ന എംപയറിന്റെ ശരീരം അവർ ഷിപ്പിലേക്ക് എടുത്ത് അദ്ദേഹത്തെയും കൊണ്ട് തിരിച്ച് ടെർമിനസിലേക്ക് വന്നു. പ്ലാനറ്റിൽ ലാൻഡ് ചെയ്തില്ല. ഇപ്പോഴും പുതിയ ടെർമിനസിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ട്രാൻഡറിൽ നമ്മുടെ ഡെമേഴ്സൽ സെഫേർ വൊറേലിസിനോട് പുള്ളിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവസാനം ഒരു മീറ്റ് കൂടി കൺഫെഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഡെമേഴ്സലിന്റെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കിയിട്ടാവും ഇന്നപോലെ ഈ ഒരു പ്ലാനറ്റിൽ തുടരാതെ ഇവരുടെ കൂടെ മെയ്ഡനിലേക്ക് വാ. അവിടെ സെഫേർ പ്ലാനറ്റിൽ ഇവളുടെ പ്രശ്നങ്ങളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അവർ ഡെമേഴ്സലിനെ സഹായിക്കുമെന്നൊക്കെ നമ്മുടെ സെഫേർ വൊറേലിസ് പറയുന്നുണ്ട്. ഡെമേഴ്സലിന് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. അവളുടെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവളുടെ ഇൻസ്ട്രക്ഷൻസ്, ഇവൾക്ക് കൊടുത്തിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇവളെ അതിനെ അനുവദിക്കുന്നില്ല. വളരെയധികം വിഷമത്തോടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇത്രയും നാൾ ഡെമേഴ്സൽ സൂക്ഷിച്ചിരുന്ന ലൂമിനിസ്റ്റുകൾ വിശുദ്ധമായി കരുതിയിരുന്ന സോൾ സ്റ്റോൺ നമ്മുടെ സെഫേർ വൊറേലിസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ കൺഫെഷനും പറഞ്ഞ് അവസാനിപ്പിച്ചു. ദെൻ സെഫേർ വൊറേലിസിനെ അവളുടെ ഓർമ്മകൾ ഓൾട്ടർ ചെയ്യാനുള്ള, ഓർമ്മകൾ ഇറേസ് ചെയ്യാനുള്ള മെഷീനിലൂടെ കടത്തിവിട്ടു. ഡെമേഴ്സലിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി സെഫേറിന്റെ കണ്ണ് നിറയുന്നുണ്ട്. ഓർമ്മകളെല്ലാം ഇറേസ് ചെയ്ത് വന്നപ്പോൾ അല്ല ഡെമേഴ്സൽ, ഞാൻ എന്തിനാ കരയുന്ന എന്തിനാ? വൊറേലിസ് എല്ലാം മറന്നുപോയി. ഡെമേഴ്സലിനാവട്ടെ അറ്റ്ലീസ്റ്റ് തന്റെ വിശ്വാസപ്രകാരം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫസ് ചെയ്തല്ലോ എന്നുള്ള സമാധാനമെങ്കിലും ആവും. ന്യൂ ടെർമിനസിൽ മ്യൂൾ ആവട്ടെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗെയിൽ റിമൂവ് ചെയ്തിരുന്ന അവളുടെ പ്രയർ സ്റ്റോൺസ് ഒക്കെ സ്കേർലെറ്റിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇവൻ ഗെയിലിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുവാണല്ലോ. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. അവളെ തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവളായിട്ട് ടെർമിനസിലേക്ക് വന്നോളൂ എന്ന് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ഹാൻ പ്രഷർ ഇപ്പോഴും ഈ പ്ലാനറ്റിൽ നിന്ന് ജമ്പ് ചെയ്ത് പോയിട്ടില്ല. അവന് വേണ്ടിയെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടെങ്കിലും ഗെയിൽ ഇങ്ങോട്ട് വരുമെന്ന് മ്യൂള് പറയുന്നുണ്ട്. പറഞ്ഞ പോലെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് ഫൗണ്ടേഷനിൽ ഇഗ്നിസ് പ്ലാനറ്റിൽ നമ്മുടെ ഗെയിൽ ടെർമിനസിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യം ഒറ്റയ്ക്ക് പോകാനാണ് തീരുമാനിച്ചതെന്നുണ്ടെങ്കിലും ഈ സെക്കൻഡ് ഫൗണ്ടേഷന്റെ ഫസ്റ്റ് സ്പീക്കർ നമ്മുടെ പ്രീം പാൽവർ ഗെയിലിനെ ഒറ്റയ്ക്ക് വിട്ടില്ല. അവൾക്ക് സപ്പോർട്ടായിട്ട് അത്യാവശ്യം നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ അവളുടെ കൂടെ അയക്കുന്നുണ്ട്. ന്യൂ ടെർമിനസിൽ മ്യൂള് എംപയറിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ മുറിവ് പറ്റിയിട്ടുള്ള കാലിലൊക്കെ പിടിച്ച് അദ്ദേഹത്തെ പിന്നെയും ഉപദ്രവിച്ച് കളിയാക്കി, ഇമ്പീരിയൽ സിസ്റ്റത്തെ തന്നെ കളിയാക്കി ഗെയിൽ ഡോണിക്കിനെ പറ്റി ഇദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. മ്യൂളിന്റെ സംസാരത്തിൽ നിന്ന് ഗെയിൽ ഡോണിക്കിനെ മ്യൂള് ഭയപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എംപയർ മനസ്സിലാക്കുന്നുണ്ട്. ഡോൺ എംപയറിലൂടെ ഗെയിലിനെ പറ്റി അധികം കാര്യങ്ങളൊന്നും മ്യൂളിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഗെയിൽ വളരെ ശ്രദ്ധിച്ചാണ് ഡോണിനോട് ഇടപെട്ടത്. പല സാഹചര്യങ്ങളിലും ഡോണിനെ അവൾക്ക് കൺട്രോൾ ചെയ്യേണ്ടി വന്നിരുന്നു എന്ന് അവൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അവളെ പറ്റിയും സെക്കൻഡ് ഫൗണ്ടേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അത്തരത്തിലുള്ള ഒരു കാര്യവും, പ്രധാനപ്പെട്ട ഒരു കാര്യവും ഡോൺ അറിയാതിരിക്കാൻ ഗെയിൽ ശ്രദ്ധിച്ചിരുന്നു. മ്യൂള് പിന്നെയും നമ്മുടെ എംപയറിനെ ഉപദ്രവിക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന ബെയ്റ്റ, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്. ബെയ്റ്റ് ഇങ്ങനെ പറഞ്ഞത് മ്യൂളിന്റെ ഫേസ് ആകെ അങ്ങ് മാറി. അവളെ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട്, യാ നീ പറഞ്ഞത് ശരിയാണ്, ഏതായാലും ഗെയിൽ ഇങ്ങോട്ടല്ലേ വരുന്നത്, ഞാൻ അവൾക്ക് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയി. ഇവിടെ ഈ ഒരു പോയിന്റിൽ ബെയ്റ്റ് മ്യൂളിന്റെ കൺട്രോളിലാണോ അതോ മ്യൂൾ ബെയ്റ്റയുടെ കൺട്രോളിലാണോ നമുക്ക് സംശയം തോന്നിപ്പോകും. അധികം താമസിച്ചില്ല നമ്മുടെ ഗെയിൽ ഡോണിക്കും അവളുടെ കൂടെയുള്ള ആളുകളും ന്യൂ ടെർമിനസിലെത്തി. അങ്ങ് മൈക്കോജനിൽ ഡേ എംപയറിനെ ശിക്ഷിക്കാൻ വിധിച്ചിരിക്കുകയാണല്ലോ സൺമാസ്റ്റർ. നമ്മുടെ സോങ്ങിന്റെ ഭാഗ്യത്തിന്
അവൾ തെറ്റൊന്നും ചെയ്തില്ല എന്ന തീരുമാനത്തിലെത്തി. ഇതിനിടെ സൺ മാസ്റ്റർ സോങ്ങിന്റെ മെമ്മറീസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. അവൾ ട്രാൻഡർ പ്ലാനറ്റ് വെച്ച് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി. ഡേ എംപയർ പറഞ്ഞ പോലെ ഡെമേഴ്സൽ അവിടെ ഉണ്ടെന്നും അവൾ ഒരു റോബോട്ടാണെന്നും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൺ മാസ്റ്റർക്ക് കൃത്യമായി മനസ്സിലായെങ്കിലും ഡേ എംപയറിനെ കൊല്ലുക എന്നുള്ളത് ഇവന്റെ തീരുമാനമാണ്. ചുറ്റും നിൽക്കുന്ന മറ്റാരും അറിയാതെ, സത്യങ്ങളെല്ലാം മറ്റാരെയും അറിയിക്കാതെ സൺ മാസ്റ്റർ ആഗ്രഹിക്കുന്ന പോലെ എംപയറിനെ കൊന്നുകളയാൻ പറഞ്ഞു. എംപയറിനെ വിചാരണ നടത്തിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് അദ്ദേഹത്തെ താഴേക്കിട്ടു. അത്രയും ഹൈറ്റിൽ നിന്ന് അദ്ദേഹം തെറിച്ച് താഴേക്ക് വീഴുവാണ്.